തേങ്ങ വറുത്തരച്ചിട്ട് ഞാനിന്ന് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സബോളയൊക്കെ ഇട്ടിട്ട് ഞാൻ ബീഫ് വേവിച്ചിട്ട് ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഞാൻ ആദ്യമേ തക്കാളി സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ സബോള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള ഒന്ന് വാടണ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി സ്പെഷ്യലായിട്ട് ഇഞ്ചിയും പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി സബോള വാടി വന്ന ശേഷം ഞാൻ ആദ്യമേ കഴുകി മാറ്റി വെച്ചിട്ടുള്ള വേപ്പിൻ്റെ ഇലയും പിന്നെ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് കുഴഞ്ഞൊരു പരുവമാവുമ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മൂക്കണ വരെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അതിൽ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ തീയിൽ അടുപ്പത്ത് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പിനുള്ള തേങ്ങയാണ് ആവശ്യം. അപ്പോൾ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലാണ് കേട്ടോ നമുക്ക് തേങ്ങ വറുത്തെടുക്കേണ്ടത്. തീ കൂടിപ്പോയാൽ തേങ്ങ കരിയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കറിയിലേക്കത് അരച്ചൊഴിക്കുമ്പോൾ കയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഏകദേശം ഒരു 30% മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അധികം കൂടണ്ട, പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനെൻ്റെ തേങ്ങയൊക്കെ വറുക്കൽ കഴിഞ്ഞു. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മിക്സിയിൽ തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ആ കറിയിലേക്ക് ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കട്ടിയുള്ളത് കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കൂടുതലായിട്ട് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തേങ്ങ അരച്ചതിൻ്റെ മണവും മസാലയുടെ ഒക്കെ ആയിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ കേട്ടോ.